റാഗി ഹാലു വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് റാഗി ഹാലു. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് വെച്ചാൽ, നമുക്ക് റാഗി ഇല്ലേ, ആ പഞ്ഞപ്പുല്ല് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താണ്. അത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. അത് കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് 2-3 മിനിറ്റ് നമുക്കൊന്ന് സെറ്റിൽ ചെയ്യാൻ വെക്കണം. സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കിന് ആ റാഗിയുടെ പിശിടൊക്കെ താഴേക്ക് പോകും. അപ്പം നമുക്ക് അരിക്കേണ്ടി വരത്തില്ല. അതിനു വേണ്ടിയാണ് 2-3 മിനിറ്റ് നമ്മളൊന്ന് വെക്കുന്നത്. അത് നമ്മൾ ഏത് പാത്രത്തിനാണ് ആ റാഗി ഹാലു റെഡിയാക്കാൻ വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് സെറ്റിലായ ശേഷം ഇതൊന്ന് ഒഴിക്കാം. അപ്പം ബാക്കി കുറച്ച് അതിൻ്റെ പിശിട് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കഴിഞ്ഞ് 2-3 മിനിറ്റ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വെച്ചാൽ ബാക്കി വരുന്ന ആ റാഗി പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് റെഡിയായി കിട്ടും. അത് കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി നമുക്ക് കളയണമെന്നില്ല. ആ പിശിരിനകത്ത് ശകലം തൈര് ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേഗം മുഖം ബ്രൈറ്റായി കിട്ടാനായിട്ടും ഈ റാഗി നല്ലതാണ്. ഇതുപോലെ സെറ്റിലായി കിട്ടും. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അതിന് ശേഷം ഇതിന് ബാക്കി ചെയ്യാനുള്ളത് കുറച്ച് തേങ്ങ ചിരണ്ടി ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒരു ഏലക്ക, പിന്നെ മധുരത്തിന് ജാഗരിയാണ് ഉപയോഗിക്കുന്നത്. അത് പൗഡറോ അല്ലെങ്കിൽ ക്യൂബ്സോ അതെങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചിരണ്ടി ഇടുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഞാനിപ്പം തേങ്ങയും പിന്നെ നമ്മുടെ ഏലക്കായും ജാഗരി പൗഡറും കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തുന്ന നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി അരച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ റാഗി ഹാലു ഉണ്ടാക്കാൻ നമ്മൾ തിളപ്പിക്കുന്നോ അല്ലെങ്കിൽ വേവിക്കുന്നോ ഒന്നുമില്ല. ഇങ്ങനെ തന്നെ ആണ് നമ്മൾ കുടിക്കുന്നത്. ഇങ്ങനെ തേങ്ങാപ്പാൽ പച്ചയ്ക്ക് കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആകാനായിട്ടൊക്കെ നല്ലതാണ്. അതുമാത്രമല്ല, അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഈ റാഗി സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമുക്കത് മാറിക്കിട്ടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടമാവും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ചൂടാണെങ്കിൽ ദാഹമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ വേഗം കുടിക്കും. ഇതുപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് റാഗി മിൽക്കിലേക്ക് തേങ്ങാപ്പാലും ശർക്കരയും ഏലക്കയും കൂടെ ചേർന്ന് ഇതൊഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ റാഗി ഹാലു റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി എല്ലാവർക്കും കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്ഷീണം തോന്നുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് തോന്നും. എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടെങ്കിൽ മാറും. പല്ലിൻ്റെ എല്ലിൻ്റെയൊക്കെ ബലം കൂട്ടും. ദഹനമൊക്കെ മെച്ചപ്പെടുത്തും. സഹായിക്കുന്ന ഒന്നാണ് റാഗി എന്ന് പറയുന്നത്. ശർക്കര അതുപോലെ തന്നെ ഇരുമ്പിൻ്റെയൊക്കെ ഇത് ധാരാളമുണ്ട്.